മേയർ വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. അവർ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഉറപ്പായി പാസ്സാക്കി. പ്രമേയം കൊണ്ടുവരുന്നത് പാസ്സാക്കാനല്ലേ? പ്രമേയം അല്ല, ഒരു പ്രമേയം കൗൺസിലിൽ കൊണ്ടുവരുന്ന എന്തിനാണ്? പാസ്സാക്കാനല്ലേ? അപ്പോൾ അതിന് പിന്നെ പാസ്സാക്കിയില്ല എന്നവർ പറയുന്നതിൽ എന്തർത്ഥമായിരിക്കുന്നു? ഒരു പ്രമേയം വാക്കാലായാലും റെക്കോർഡിക്കലായാലും രേഖാമൂലം നൽകുന്നത് സഭയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? പാസ്സാക്കുന്നതിന് വേണ്ടിയാണ്. പാസ്സാക്കാൻ വേണ്ടി പാസ്സാക്കി കഴിഞ്ഞ കാര്യം. അതെ, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ എതിർത്തത്. അല്ല, അത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലാതെ അവർക്ക് പാസ്സാക്കാനുള്ള. മേയർ മുഴുവൻ നാക്കെടുത്താൽ ഇന്ന് വരെ ഒരു സത്യം പറഞ്ഞിട്ടില്ലല്ലോ. മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. എനിക്ക് മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. മേയർ കഴിഞ്ഞ പ്രാവശ്യം DRN വാക്കാൽ പ്രമേയം LDFന് വേണ്ടി കൊണ്ടുവന്നു. ആ LDFന് വേണ്ടി കൊണ്ടുവന്ന വാക്കാൽ പ്രമേയത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അവരുടെ അംഗസംഖ്യ വെച്ച് അവർ പാസ്സാക്കി. അത് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെല്ലാം. ഏത് പത്രം? ഇവിടുത്തെ പ്രമുഖ, അതായത് ദേശാഭിമാനി ഒഴിച്ചുള്ള എല്ലാ പത്രങ്ങളിലും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അല്ല, എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ആ പത്രം വായിക്കാത്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ ഒരു വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ബഹിഷ്കരിച്ചു പോയത്. അല്ലാതെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്. ആ പ്രമേയം അവതരിപ്പിച്ചത് കൊണ്ടാണ്. ആ പ്രമേയം അവതരിപ്പിച്ചത് തന്നെ എന്തിനാണ്? ആ പാസ്സാക്കാൻ വേണ്ടിയാണ്. പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായ ഏതൊരു കോമൺ സെൻസ് ഉള്ള ആളിനും അറിയാം എന്തിനു വേണ്ടിയാണെന്ന്. പാസ്സാക്കാൻ വേണ്ടിയാണ്. പാസ്സാക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയം ഇപ്പൊ പാസ്സാക്കിയില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ തർക്കം. ഡ്രൈവർ യദുവിനെതിരെ നഗരസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്നാണ് ആവശ്യം.